Dear students, today we are studying about important focus points in plus 2 economics, second chapter, theory of consumer behavior and demand. In this chapter, focus points, first one is most important one is utility concept, that is ordinal utility and cardinal utility, and budget set, budget line, then consumers equilibrium, demand theory, law of demand, etc. So in this video, first we are discussing about utility. What is utility? To understand consumer behavior and demand, first we have to understand some basic concept like utility. The concept of utility were developed by English economists, particularly Stanley Jevons and Alfred Marshall. അതായത് യൂട്ടിലിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് ഇംഗ്ലീഷ് ഇക്കോണമിസ്റ്റായ സ്റ്റാൻലി ജെവൺസ് അതുപോലെ ആൽഫ്രഡ് മാർഷൽ. സ്റ്റാൻലി ജെവൺസ് വാസ് ദ ഫസ്റ്റ് ഇക്കോണമിസ്റ്റ് ഹു കൺസീവ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റി. ആദ്യമായിട്ട് യൂട്ടിലിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് സ്റ്റാൻലി ജെവൺസ് ആണ്. സോ വാട്ട് ഈസ് യൂട്ടിലിറ്റി? ഉപയുക്തത എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ഉപയോഗയോഗ്യത എന്ന് പറയും. യൂട്ടിലിറ്റി ഈസ് ദി വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമോഡിറ്റി ഓർ സർവീസ്. യൂട്ടിലിറ്റി ഡിറ്റർമിൻസ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി. അതായത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമോഡിറ്റി, ഒരാളുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ യൂട്ടിലിറ്റിയാണ് ഡിമാൻഡ് തീരുമാനിക്കുന്നത്. യൂട്ടിലിറ്റി ഡിറ്റർമിൻസ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി. അതായത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവാണ്. അപ്പോൾ ഒരു വസ്തുവിന് ഒരാളുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവുണ്ടെങ്കിൽ ആ വസ്തുവിന് പൊതുവെ ഡിമാൻഡ് കൂടുതലായിരിക്കും. സോ യൂട്ടിലിറ്റി ഡിറ്റർമിൻസ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി. There are two types of utility, total utility and marginal utility. Total utility is defined as the total psychological satisfaction which a consumer get from consuming a given amount of a particular good. അതായത് ഒരു വസ്തുവിൻ്റെ ഒരു നിശ്ചിത യൂണിറ്റ് കഴിക്കുന്നതിലൂടെ ഒരു ഉപഭോക്താവിന് ലഭിക്കുന്ന മൊത്തം സംതൃപ്തിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി. മാനസികപരമായിട്ടുള്ള സംതൃപ്തിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Marginal utility is the additional unit. It is defined as the additional utility derived from the consumption of a last unit. ഒരു അധിക യൂണിറ്റ് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് അധികമായിട്ട് കിട്ടുന്ന സംതൃപ്തിയാണ് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ കൺസംഷൻ ഓഫ് 4 ഓറഞ്ചസ് ഗിവ്സ് 45 യൂട്ടിൽസ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് 4 ഓറഞ്ച് കഴിക്കുന്നതിലൂടെ ഒരാൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി 45 യൂട്ടിലാണ്. And he consumes the 5th orange, gives 50 utils of total utility. അഞ്ചാമത്തെ ഓറഞ്ച് കഴിക്കുന്നതിലൂടെ അയാളുടെ ഉപയുക്തത യൂട്ടിലിറ്റി 50 ആയിട്ട് വർദ്ധിക്കുന്നു. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 5 യൂട്ടിൽസ്, ദാറ്റ് ഈസ് 50 മൈനസ് 45, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് കഴിക്കുന്നതിൻ്റെ ഫലമായി 4 എണ്ണം കഴിച്ചപ്പോൾ 45 കിട്ടിയത്. അഞ്ചാമത്തെ കഴിച്ചപ്പോൾ 50 ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ എത്രയാണ് കൂടിയത്? 5 യൂണിറ്റാണ്, യൂട്ടിലാണ് കൂടിയത്. അതിനെയാണ് പറയുക മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ഈസ് എ സബ്ജക്റ്റീവ് ആൻഡ് മെൻ്റൽ കൺസെപ്റ്റ് വിച്ച് കനോട്ട് ബി മെഷേർഡ് പ്രിസൈസ്ലി, ബട്ട് ദർ ഇസ് എ റഫ് വേ ഓഫ് മെഷറിംഗ് യൂട്ടിലിറ്റി ഓഫ് എ commodity. This indirect measurement of utility is possible through the price paid by a consumer to buy the commodity. അതായത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ഓർ മെൻ്റൽ കൺസെപ്റ്റാണ്, ഒരാളുടെ മാനസികമായിട്ടുള്ള സംതൃപ്തിയാണ്. അതിനെ നമുക്ക് കൃത്യമായിട്ട് അളന്നെടുക്കാൻ സാധ്യമല്ല, എങ്കിലും നമുക്ക് റഫ് ആയിട്ടുള്ളൊരു വേയിലൂടെ ഇതിനെ അളക്കാൻ സാധിക്കും. അതായത് ഒരാൾ ഇതിന് കൊടുക്കുന്ന വിലയുടെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുവിന് എത്രമാത്രം വില കൊടുക്കാൻ തയ്യാറാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാം. അതായത് ഒരു വസ്തുവിന് അയാൾ എത്ര ഉയർന്ന വിലയും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് അയാൾക്ക് കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നു എന്നാണ്.
അപ്പോൾ അത് കുറഞ്ഞ വിലയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി കുറവാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂട്ടിലിറ്റിയെ അളക്കാൻ സാധിക്കും. പൊതുവെ 2 അപ്രോച്ചസാണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യാനുള്ളത്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി, മറ്റൊന്ന് ഓർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റിക്ക് വേറൊരു പേര് പറയുന്നത് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്നാണ് ഇതിന് മറ്റൊരു പേര് പറയുന്നത്. രണ്ടാമത്തതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയുന്നത് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. അതായത് കാർഡിനൽ അപ്രോച്ച് മാർഷേലിയൻ അപ്രോച്ച് എന്നാണ് അറിയപ്പെടുന്നത്. Cardinal approach or Marshallian approach to utility assumes that utility can be measured by using numbers such as 1, 2, 3, 4, etc. The ordinal approach is called a Hicksian approach. This approach thinks that utility is not measurable by using numbers. Utility can be ranked as first, second, third, etc. on the basis of consumer's preference. അതായത് കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ സാധിക്കും. 1, 2, 3, 4 എന്നുള്ള എണ്ണൽ സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ, നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ കാർഡിനൽ യൂട്ടിലിറ്റിയെ അളക്കാൻ സാധിക്കും. എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റി, ഹിക്സിയൻ അപ്രോച്ച് എന്നതിന് പേരുണ്ട്. അതിൽ പറയുന്ന യൂട്ടിലിറ്റി ഒരിക്കലും നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധ്യമല്ല. അതേസമയം ഒരാളുടെ പ്രിഫറൻസ് നമുക്ക് ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് ഇതാണ്, തേർഡ് ഇതാണ് എന്നിങ്ങനെ പറയാൻ സാധിക്കും. അങ്ങനെ യൂട്ടിലിറ്റി അളക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനെയാണ് ഓർഡിനൽ അപ്രോച്ച് അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ 2 തരത്തിലാണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇൻ ഫോക്കസ് ഏരിയ ഈസ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. എ കൺസ്യൂമർ ക്യാൻ ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ഹിസ് ഇൻകം. ഹൗ മച്ച് ഹി വിൽ ബൈ will be determined by his income and the price of the goods. A consumer can buy only those bundles which cost him less than his income or equal to his income. അതായത് കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുക അയാളുടെ വരുമാനം ഉപയോഗിച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എത്ര വാങ്ങിക്കുന്നു എന്നത് വരുമാനത്തിന് അതുപോലെ ഗുഡ്സിൻ്റെ പ്രൈസിനും അനുസരിച്ചിരിക്കും. ഒരാൾക്ക് വാങ്ങാൻ പറ്റുന്ന ഗുഡ്സിൻ്റെ ബണ്ടിൽ എന്ന് പറയുന്നത് ലെസ് ദാൻ ഹിസ് ഇൻകം ഓർ ഈക്വൽ ടു ഹിസ് ഇൻകം, അയാളുടെ വരുമാനത്തേക്കാൾ കുറവ് അല്ലെങ്കിൽ തുല്യമായ രീതിയിലാണ് വാങ്ങാൻ സാധിക്കുക. ഇതിനെയാണ് പറയുന്നത് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോക്കസ് പോയിൻ്റ് ഈസ് ബഡ്ജറ്റ് സെറ്റ്. വാട്ട് ഈസ് ബഡ്ജറ്റ് സെറ്റ്? നൗ വി സ്റ്റഡിഡ് അബൌട്ട് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. ദാറ്റ് ഈസ് എ കൺസ്യൂമേഴ്സ് ബിഹേവിയർ ഈസ് കൺസ്ട്രെയിൻഡ് ബൈ ഹർ ബഡ്ജറ്റ്. ഒരു ഉപഭോക്താവിൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് അയാളുടെ ബഡ്ജറ്റാണ് അല്ലെങ്കിൽ വരുമാനമാണ്. ഹർ എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹർ ബഡ്ജറ്റ്. ഒരാളുടെ വാങ്ങാനുള്ള കഴിവ് വരുമാനത്തിന് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എ കൺസ്യൂമർ ഹാസ് ഇൻകം ഓഫ് ₹10. അതായത് ഒരാളുടെ വരുമാനം 10 rupees ആണെന്ന് കരുതുക. ദർ ആർ ഓൺലി 2 goods ടു ബി ബോട്ട്, ഗുഡ് 1 ആൻഡ് ഗുഡ് 2. 2 വസ്തുക്കളാണ് അയാൾക്ക് വാങ്ങിക്കാനുള്ളത്. ഒന്നാമത്തത് ഗുഡ് 1, രണ്ടാമത്തത് ഗുഡ് 2. ദ പ്രൈസ് ഓഫ് ഗുഡ് 1 ഈസ് ₹2 ആൻഡ് ദ പ്രൈസ് ഓഫ് ഗുഡ് 2 ഈസ് ₹1. ഒന്നാമത്തെ വസ്തുവിൻ്റെ വില 2 രൂപയാണ്, രണ്ടാമത്തതിൻ്റെ വില 1 രൂപയാണ്. അപ്പോൾ ഈ 10 രൂപ ഉപയോഗിച്ചിട്ട് അയാൾക്ക് എത്രമാത്രം 2 വസ്തുക്കളും വാങ്ങിക്കാൻ പറ്റും എന്ന് നോക്കാം. ദ കൺസ്യൂമർ ക്യാൻ ബൈ ഐദർ 5 units ഓഫ് ഗുഡ് 1 ഓർ 10 units ഓഫ് ഗുഡ് 2 ഓർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. അതായത് മുഴുവൻ വരുമാനം ഉപയോഗിച്ച് ഒന്നാമത്തെ വസ്തുവാണ് അയാൾക്ക് വാങ്ങിക്കുന്നതെങ്കിൽ 5 units വാങ്ങാം. അല്ല, രണ്ടാമത്തെ വസ്തുവാണ് മുഴുവനും 10 രൂപക്കും വാങ്ങുന്നതെങ്കിൽ 10 units രണ്ടാമത്തത് വാങ്ങിക്കാം. അല്ലെങ്കിൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻസ് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻസാണ് വാങ്ങിക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. ദ കോമ്പിനേഷൻസ് വിൽ ബി 4, 2, 3, 4, 2, 6, 1, 8. അതായത് 10 രൂപ ഉപയോഗിച്ച് വാങ്ങാൻ പറ്റുന്ന വസ്തുക്കളുടെ അളവാണ് ഈ സെറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 4 എണ്ണം ഒന്നാമത്തെ വസ്തു വാങ്ങിയാൽ 8 രൂപയായി വില. അപ്പോൾ പിന്നെ അയാളുടെ കയ്യിൽ 2 രൂപയാണ്, 2 rupees ആണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് 2 units രണ്ടാമത്തെ ഗുഡ് വാങ്ങാൻ സാധിക്കും. അതാണ് ഒരു സെറ്റ്. രണ്ടാമത് 3, 4 ആണ്. അതായത് 3 എന്നുള്ള ഫസ്റ്റ് ഒന്നാമത്തെ വസ്തു വാങ്ങിയാൽ 6 രൂപ ചിലവായി. പിന്നെ 4 രൂപയാണുള്ളത്, 4 units ആണ് രണ്ടാമത്തത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്ന സെറ്റിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ദിസ് എക്സാമ്പിൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ എ ഓൾജിബ്രൈക് നൊട്ടേഷൻസ്. ഒരു ഇക്വേഷൻ രൂപത്തിൽ നമുക്കിതിനെ സൂചിപ്പിക്കാൻ സാധിക്കും. ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഈസ് എം. നമ്മൾ എം എന്നുള്ള സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്, ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് വരുമാനത്തെ സൂചിപ്പിക്കുന്നത്. പ്രൈസ് ഓഫ് ദ ടു ഗുഡ്സ് ആർ P1 ആൻഡ് P2. രണ്ട് വസ്തുക്കളുടെ വില നമ്മൾ ഒന്നാമത്തതിന് P1 എന്ന് പറയുന്നു, രണ്ടാമത്തെ വസ്തുവിൻ്റെ വില P2 എന്ന് കണക്കാക്കുന്നു. രണ്ട് വസ്തുക്കൾ വാങ്ങിക്കുന്നു, X1ഉം X2. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. അതായത് P1 X1 പ്ലസ് P2 X2. ഇതാണ് അയാൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ബജറ്റിൻ്റെ സെറ്റിനെ കാണിക്കുന്ന ഇക്വേഷൻ. The consumer can buy any bundle so long as the cost of the bundle is less than or equal to her income. അതായത് അയാളുടെ വരുമാനത്തിന് തുല്യമോ അല്ലെങ്കിൽ അതിൽ താഴെയോ വരുന്നത് മാത്രമാണ് അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുക. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷനാണ് P1 X1 പ്ലസ് P2 X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഇതാണ് ബജറ്റ് കൺസ്ട്രെയിൻ്റ് എന്നാണ് ഈ ഇക്വേഷന് പറയുന്നത്. അതായത് P1 X1 പ്ലസ് P2 X2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. എം എന്ന് പറയുന്നത് വരുമാനമാണ്. അപ്പോൾ വരുമാനത്തിന് ഈക്വലായിട്ടോ കുറഞ്ഞ അളവിൽ ഉള്ള രണ്ട് വസ്തുക്കളാണ് അയാൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത്. ഈ ഇക്വേഷന് പറയുന്ന പേര് ബജറ്റ് കൺസ്ട്രെയിൻ്റ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫോക്കസ് പോയിൻ്റ് ഈസ് ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ ഷോസ് ഓൾ ബണ്ടിൽസ് വിച്ച് ക്യാൻ ബി ബോട്ട് വിത്ത് ദ ഇൻകം ഓർ ബജറ്റ് ഓഫ് ദി കൺസ്യൂമർ. ഒരാളുടെ വരുമാനം ഉപയോഗിച്ചിട്ട് അയാൾക്ക് വാങ്ങാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളുടെയും ബണ്ടിലിനെ സൂചിപ്പിക്കുന്ന ലൈനിനെയാണ് പറയുന്നത് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ 10 rupees ഉപയോഗിച്ചിട്ട് അയാൾക്ക് എത്രമാത്രം ബണ്ടിലുകൾ വാങ്ങാൻ പറ്റുമോ ആ ബണ്ടിലുകളെയൊക്കെ സൂചിപ്പിക്കുന്ന ലൈന് ഒരുമിച്ച് യോജിപ്പിച്ച് വരഞ്ഞാൽ കിട്ടുന്നതാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ദ ബജറ്റ് ലൈൻ കൺസിസ്റ്റ് ഓഫ് ഓൾ ബണ്ടിൽസ് വിച്ച് കോസ്റ്റ് ദി എൻറ്റയർ ബജറ്റ്. പോയിൻറ്റ്സ് ബിലോ ദ ബജറ്റ് ലൈൻ കോസ്റ്റ് ലെസ് ദാൻ ദി ബജറ്റ്. അതായത് ബജറ്റ് ലൈൻ്റെ മുകളിലുള്ളത് സൂചിപ്പിക്കുന്നത് മുഴുവൻ വരുമാനം ഉപയോഗിച്ച് വാങ്ങുന്ന ബണ്ടിലുകളെയാണ്. അതിൻ്റെ താഴെയുള്ള പോയിൻ്റ് സൂചിപ്പിക്കുന്നത് അതിനേക്കാൾ കുറഞ്ഞ അളവിൽ, ആ വരുമാനത്തിനേക്കാൾ കുറഞ്ഞ അളവിന് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ബജറ്റ് ലൈൻസ് ഇക്വേഷൻ ഈസ് P1 X1 പ്ലസ് P2 X2 ഈസ് ഈക്വൽ ടു എം. ഇതാണ് ബജറ്റ് ലൈനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ. എ ബജറ്റ് ലൈൻ ഈസ് ഷോൺ ഇൻ ദിസ് പിക്ചർ. In this we can see that any point on the budget line represents the bundle that consists of consumers entire income. അതായത് ബജറ്റ് ലൈനിലുള്ള പോയിന്റ് സൂചിപ്പിക്കുന്നത് കൺസ്യൂമറിൻ്റെ മുഴുവൻ വരുമാനം ഉപയോഗിച്ച് വാങ്ങാൻ പറ്റുന്ന ബണ്ടിലിനെയാണ് സൂചിപ്പിക്കുന്നത്. This means that if the consumer at a point on the budget line wants one more unit of good one, that is possible only by sacrificing 1 unit of good 2. അതായത് ഗുഡ് 1 നമ്മൾ വൈ ആക്സസിലാണ് ഗുഡ് 1 കൊടുത്തിരിക്കുന്നത്, എക്സ് ആക്സസിലാണ് ഗുഡ് 2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗുഡ് 1 നമ്മൾ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ് 2വിൻ്റെ കൂടുതൽ യൂണിറ്റ് വേണ്ട എന്ന് വെൽക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മാത്രമേ മറ്റൊന്ന് കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. ദ ആൻസർ ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രൈസ് ഓഫ് ദി ടു ഗുഡ്സ്. രണ്ട് വസ്തുക്കളുടെയും വിലയെ അടിസ്ഥാനമാക്കിയിരിക്കും ഏതാണ് കൂടുതൽ വാങ്ങിക്കുന്നത് എന്നുള്ളത്. ഇഫ് ഗുഡ് 1 കോസ്റ്റ്സ് P1, ദ കൺസ്യൂമർ വിൽ ഹാവ് ടു റെഡ്യൂസ് ഹർ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ് 2 ബൈ P1 എമൗണ്ട്. അതായത് ഒന്നിൻ്റെ വില കൂടുകയാണെങ്കിൽ മറ്റൊന്നിൻ്റെ അളവ് വാങ്ങിക്കുന്നത് കുറയ്ക്കേണ്ടി വരും. ദിസ് മീൻസ് ദാറ്റ് കൺസ്യൂമർ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് 1 ഫോർ ഗുഡ് 2. ഗുഡ് 1നെ ഗുഡ് 2വിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ എന്നാണ് പറയുക. അതായത് -P1 ബൈ P2 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത്. ദിസ് പിക്ചർ ഷോസ് ദി ചേഞ്ച് ഇൻ ബജറ്റ് സെറ്റ് ഓഫ് ദി കൺസ്യൂമർ. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദി ചേഞ്ച് ഇൻ ബജറ്റ് സെറ്റ് ഓഫ് ദി കൺസ്യൂമർ. ദ സെറ്റ് ഓഫ് അവൈലബിൾ ബണ്ടിൽസ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രൈസസ് ഓഫ് ദി ടു ഗുഡ്സ് ആൻഡ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അതായത് ഉപഭോക്താവിന് കൺസ്യൂമറിന് അവൈലബിൾ ആയിട്ടുള്ള ബണ്ടിൽ എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ പ്രൈസിനെയും അയാളുടെ ഇൻകത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മാറ്റങ്ങൾ ബജറ്റ് സെറ്റിലും മാറ്റമുണ്ടാക്കും. വെൻ ദ പ്രൈസ് ഓഫ് ഐദർ ഓഫ് ദ ഗുഡ്സ് ഓർ ദി കൺസ്യൂമേഴ്സ് ഇൻകം ചേഞ്ചസ്, സെറ്റ് ഓഫ് അവൈലബിൾ ബണ്ടിൽ ഈസ് ആൾസോ ലൈക്ലി ടു ചേഞ്ച്. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എൻ ഇൻവേർഡ് ഷിഫ്റ്റ് ഓഫ് ദി budget line. That is when income of the consumer decreases from M to M1. First budget line is this one is the first budget line, and now his income decreases to M1.
സോ നൗ ഹി ക്യാൻ ബൈ ഓൺലി ഗുഡ്സ് ഇൻ ദിസ് ഏരിയ. അതായത് ഈ രണ്ടാമത്തെ ബജറ്റ് ലൈനിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ മാത്രമാണ് അയാൾക്കിനി വാങ്ങാൻ സാധിക്കുന്നത്. ആദ്യത്തേത് ഇതായിരുന്നു, ഇത്രയും വസ്തുക്കൾ അയാൾക്ക് ഗുഡ് 1ഉം ഗുഡ് 2ഉം ഇതിനുള്ളിലുള്ളത് മുഴുവനും വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഇൻവേർഡ് ഷിഫ്റ്റാണ്, അതായത് ഉള്ളിലേക്കാണ് ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്തത്. അത് സൂചിപ്പിക്കുന്നത് ഇൻകം കുറഞ്ഞിരിക്കുന്നു എന്നാണത് സൂചിപ്പിക്കുന്നത്. ഇഫ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഇൻക്രീസസ്, ഇവിടെ സൂചിപ്പിക്കുന്നത് ഇൻക്രീസ് ഇൻ ഇൻകം, അതായത് ഇവിടെ എറോ മാർക്ക് നോക്കുക, മുകളിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ബജറ്റ് ലൈൻ, ബജറ്റ് വരുമാനം വർദ്ധിച്ചതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോ ഹി ക്യാൻ ബൈ മോർ ഓഫ് ദ ഗുഡ്സ് അറ്റ് ദി പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്. ഇപ്പോൾ നിലവിലുള്ള വിലക്ക് അയാൾക്ക് കൂടുതൽ ഇൻകം വാങ്ങാൻ സാധിക്കും. ഇഫ് ദ ഇൻകം ഗോസ് ഡൗൺ ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഡിക്രീസസ്, ദർ ഇസ് എ പാരലൽ ഇൻവേർഡ് ഷിഫ്റ്റ് ഓഫ് ദി ബജറ്റ് ലൈൻ. അതായത് ഇൻകം കുറയുകയാണെങ്കിൽ ബജറ്റ് ലൈൻ പിന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇഫ് ഇൻകം ഇൻക്രീസസ് ബജറ്റ് ലൈൻ ഷിഫ്റ്റ് അപ്വേർഡ്സ്, വരുമാനം വർദ്ധിക്കുമ്പോൾ ബജറ്റ് ലൈൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഹി ക്യാൻ ബൈ മോർ യൂണിറ്റ് ഓഫ് ഗുഡ് 1 ആൻഡ് 2. In this picture you can see the change in the price of good 1. There is a change in the budget line. Change in the set of available bundles of goods resulting from change in the price of good 1. An increase in the price of good 1 makes the budget line steeper as in the level of a decrease in the price of good 1 makes the budget line flatter as in panel. അതായത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എക്സ് എന്ന വസ്തുവിൻ്റെ X1 എന്ന ഒന്നാമത്തെ വസ്തുവിൻ്റെ ഗുഡ് 1ൻ്റെ വില വർദ്ധിക്കുമ്പോൾ എന്തായിരുന്നു, ബജറ്റ് ലൈൻ വളരെ സ്റ്റീപ്പർ, അതായത് വളരെ കുത്തനെയുള്ളതായിട്ട് മാറുന്നു. ആദ്യം ഇത്രയും ക്വാണ്ടിറ്റി അയാൾക്ക് വാങ്ങാൻ സാധിച്ചിരുന്നു ഗുഡ് 1 എന്നുള്ളത്, ഇവിടുന്ന് ഇത്രയും അളവിൽ വാങ്ങിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഗുഡ് 1ൻ്റെ വില വർദ്ധിച്ചു, അപ്പോൾ അയാളുടെ വരുമാനത്തിലൊരു മാറ്റവും ഇല്ല. വരുമാനത്തിൽ മാറ്റമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിലേ ഇനി അത് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ബജറ്റ് ലൈന് വളരെ സ്റ്റീപ്പറായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. കുത്തനെയുള്ള ഒന്നായിട്ട് മാറുന്നത്, അതായത് വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഇത്ര അളവിലേ അയാൾക്ക് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ വില കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, വളരെ ഫ്ലാറ്ററായിട്ട് മാറുന്നത് കാണാം. ബജറ്റ് ലൈൻ ബിക്കംസ് മോർ ഫ്ലാറ്റർ ദാൻ ദി ഫസ്റ്റ് 1. ആദ്യത്തേതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് ഫ്ലാറ്ററായിട്ട് മാറുന്നു. അതായത് ഇനിയും അയാൾക്ക് കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കും, കാരണം വില കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അയാൾക്ക് ആ വസ്തു കൂടുതൽ അളവിൽ വാങ്ങിക്കാൻ സാധിക്കും. സോ ബജറ്റ് ലൈൻ ബിക്കംസ് മോർ ഫ്ലാറ്റ്. അപ്പോൾ ഇങ്ങനെ ബജറ്റ് സെറ്റിൽ മാറ്റങ്ങൾ വരാം. പ്രൈസിലുള്ള മാറ്റവും അതുപോലെ വരുമാനത്തിൽ വരുന്ന മാറ്റവും ബജറ്റ് സെറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം.